ഞാൻ ദിവ്യ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. എന്താ ക്യാപ്റ്റൻസി ടാസ്ക് വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ക്യാപ്റ്റൻ ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ കോമണറായ അനീഷ്. അത് നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഇത്ര ബിഗ് ബോസ് കണ്ടിട്ട് വന്നിട്ടുള്ളവരല്ലേ, അവർക്ക് ടാസ്ക് എങ്ങനെ കളിക്കണം എന്നൊരു ഐഡിയ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. ഒരു നഴ്സറി പിള്ളേരെ പോലെ കിടന്ന് അച്ചടക്കമില്ലാതിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോ ആയിക്കോട്ടെ, ആ ടാസ്ക് ഒരുവിധം അങ്ങ് തീർത്തു. ഓൾമോസ്റ്റ് 2 hours എങ്കിലും എടുത്തിട്ടുണ്ട് ആ ടാസ്ക് തീർക്കാനായിട്ട്. തീർത്തു. എല്ലാവരും പതുപോലെ ടാർഗറ്റ് ചെയ്യുന്ന ആരെയായിരിക്കും? സേഫായിട്ട് കളിക്കാൻ നോക്കി. സേഫ് ഞാൻ പറയുള്ളൂ, വേറെ ഒരുത്തരെയും ടാർഗറ്റ് ചെയ്തില്ല. അനീഷിനെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങി, അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് പോയി. എത്രയോ പേര് അനീഷിനെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് യോഗ്യനല്ല എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നല്ല, ഹീസ് ലിറ്റിൽ ഇറിറ്റേറ്റിംഗ് ആണ്. അനീഷ് കുറച്ച് ഓവർഡൂ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബിഗ് ബോസ് ഇത്ര നാൾ കണ്ടതല്ലേ, നമുക്ക് അറിയാവുന്ന ഒറ്റൊരു വിഷയമേ ഉള്ളൂ. അവിടെ ആര് ടാർഗറ്റ് ചെയ്യുന്നു അവർക്ക് കൂടുതൽ സപ്പോർട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റിക്കൊള്ളണം. അയാൾക്കൂടെ മാറ്റി കളിച്ച് ജസ്ല ഒന്ന് മാറ്റി കളിച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് അവിടെ നിന്നെങ്കിലും ആൾക്കാർ അങ്ങോട്ട് മാറ്റി. പക്ഷെ കുറേ പേര് വന്നിട്ട് പറഞ്ഞു. പിന്നെ ചില റീസൺസ് എനിക്ക് അറിയാം വാലിഡ് ആണ്. ഇറ്റ് മൈറ്റ് ബി അവർക്ക് ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ എക്സ്പെഷ്യലി എനിക്ക് സാരിക പറഞ്ഞ റീസൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരി ഭയങ്കര മെച്ചുവേർഡാണ്, അത് കാണാനുണ്ട്. പുള്ളിക്കാരി പറഞ്ഞ റീസണും നന്നായിട്ട് ആ ടാസ്ക് പെർഫോം ചെയ്തു എന്ന് എനിക്ക് തോന്നിയ ഒരു വ്യക്തിയാണത്. ബാക്കി എല്ലാവരും ഭയങ്കര കൺഫ്യൂസിങ്. എന്താ ഇത്ര കൺഫ്യൂഷൻ? സിമ്പിൾ ടാസ്ക് ആണ്, ഒന്നുമില്ല. ടേക്ക് എ ഫോം, ആ ഫോം പേപ്പറിലാക്കിയിട്ട് അയാളുടെ പേര് പറഞ്ഞിട്ട് അത് അയാളുടെ മുഖത്താക്കുക. ഇത്ര സിമ്പിൾ ടാസ്ക് ആണ്. അതിന് ഇത്ര കോംപ്ലിക്കേഷൻ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ടാസ്ക് അങ്ങനെ കഴിഞ്ഞു. ടാസ്കിൽ എനിക്ക് മനസ്സിലായത് ബിഗ് ബോസ് കളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസ് ഇവിടെ ഗെയിം കളിച്ചു. ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കാണോ തോന്നുന്നതല്ല എന്ന്, നിങ്ങൾ അവരെ ഈ ഫോം തേക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൽ പറഞ്ഞിട്ടില്ല ഫോം തേച്ച ആള് ക്യാപ്റ്റൻ ആവില്ല എന്നോ അയാൾ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കില്ല എന്നോ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ബിഗ് ബോസിന് അറിയാം, ഇവർ സേഫ് ഗെയിം കളിക്കാൻ സാധ്യതയുണ്ട്, അവര് അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ അനീഷ് എല്ലാവരോടും ഇപ്പം കാര്യത്തിൽ സംസാരിച്ച് നടക്കുന്ന ഒരു ആളാണല്ലോ. നമുക്കൊരു കാര്യം ഞാൻ പറയാം, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പക്ഷെ എപ്പോഴും എതിർത്ത് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഈ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിനുള്ള പ്രശ്നമാണ്. ഓപ്പോസിഷന്റെ അർത്ഥം എപ്പോഴും ഒപ്പോസ് ചെയ്യണം എന്നല്ല. നല്ലത് ചെയ്താൽ നല്ലത് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനീഷിനെ മനസ്സിലാതെ ഇപ്പം ഇത്ര നാൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടല്ലോ, റോബിനൊക്കെ ചെയ്യുന്ന എന്താണ്, ജസ്റ്റ് സെയിം ഗെയിമേഴ്സിനൊക്കെ എടുത്ത് ഇതാക്കുക, ക്ലേ ഊട്ടാ, പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അത് ശരിക്കും ബിഗ് ബോസിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. ആരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നോ എല്ലാവരും ഒരു 3 പേര് അവർക്ക് അഗേൻസ്റ്റ് കളിച്ചാൽ മതി, അവർ ലൈം ലൈറ്റിൽ വരും. അപ്പം ബിഗ് ബോസ് ഇവിടെ കളിച്ചത് എനിക്കിഷ്ടമായി, വേറെ ഒന്നല്ല. അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ അനീഷ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരു രസമുള്ള ഗെയിമല്ല. അപ്പം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്തു, അവിടെ അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് നല്ലൊരു മൂവാണ്, ബിഗ് ബോസ് ടീമിന്റെ നല്ലൊരു മൂവാണ്. അവിടെ ആ ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തു. ഇനി ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയാം. ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാടുള്ള സംഭവമാണ് കേട്ടോ. മലയാളം ബിഗ് ബോസിൽ പ്രത്യേകിച്ച് അതിലൊരു ഗുണമൊന്നുമില്ല. എസ്പെഷ്യലി ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റന് എന്ത് ബെനിഫിറ്റാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? എനിക്ക് കണ്ടിട്ടില്ല. ഇനി അടുത്ത വീക്കിലൊക്കെ അറ്റ്ലീസ്റ്റ് നോമിനേഷൻ ഫ്രീ ആവാം, അതാവാം. ഇപ്പം നോമിനേഷൻ പോലും വന്നിട്ടില്ല. ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആവാന്ന് പറഞ്ഞാൽ ഷൈനല്ല, കൂടുതൽ ഹേറ്റഡ് വാങ്ങിച്ചു വെക്കും എന്നാ പറയുള്ളൂ. എല്ലാവരും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയുള്ളൂ. നോക്കിക്കോ, ഇനി അനീഷിന് എഗെയിൻസ്റ്റ് ഇപ്പോഴേ അനീഷ് ഓരോരുത്തർ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, അഭിപ്രായം പറയാം. പക്ഷെ 1 പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിപ്പീറ്റേറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നും അല്ലേ? അതേ ഉള്ളൂ പ്രശ്നം. അതൊന്ന് കൺട്രോൾ ചെയ്യണം. നമ്മുടെ രതീഷിന് പറ്റിയ പോലെ പറ്റരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അനീഷിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, സംസാരിക്കാൻ അറിയാം, നല്ല വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം മുന്നോട്ട് പോവുകയാണെങ്കിൽ, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ
ആരുടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ശരിക്കും കഴിയണം, ജെന്യുവനായിട്ട്. അല്ലാതെ എനിക്ക് ഈ രാജാവിനെ തപ്പി കിടക്കുന്ന പ്രേക്ഷകരുടെ കൂടെയല്ല ഞാൻ. പൊതുവെ ഐ ആം ലുക്കിംഗ് ഫോർ എ ഗുഡ് എന്താണ് കണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ നോക്കുമ്പം എനിക്ക് അനീഷ് നല്ല കേപ്പബിൾ ആണ്, സംസാരിക്കുന്നുണ്ട്, നല്ലൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരു മിതമായിട്ട് പോവുകയാണെങ്കിൽ ഹേറ്റഡ് ഒന്നും അധികം വാങ്ങരുത്. ഇറ്റ്സ് നോട്ട് ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞാൽ ചെറിയ പൊളിറ്റിക്സ് ആണ് അതിൽ. നമ്മളധികം എല്ലാവരെയും വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നോമിനേഷൻ വന്നാൽ അനീഷിന്റെ പേര് മാത്രം പറയുമ്പോൾ അനീഷ് എത്രയായി? അനീഷ് എന്തായാലും നോമിനേഷന് വരും. അപ്പം അതിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ കുറച്ച് നാൾ നിന്നാലേ നമുക്ക് എന്താ പറയുക വോട്ട്സ് ഒക്കെ നേടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി സേഫ് ആവണം ഫസ്റ്റ് വീക്ക്. ഒരുപാട് റിയാക്ട് ചെയ്യാൻ നിൽക്കാതെ കളിച്ച അനീഷിന് മുന്നോട്ട് പോകാൻ പറ്റും. നല്ല ഗെയിമറാണ് അനീഷ്. പിന്നെ എനിക്ക് കുറേ പേരൊക്കെ പറഞ്ഞ റീസൺസും എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. ആരാണ് ഒരാൾ പറഞ്ഞത്, അനുമോളിനെ കാണും പറഞ്ഞപ്പം ഞാൻ നടക്കാൻ പോയി, ഷാനവാസാന്ന് തോന്നുന്നു കേട്ടോ, നടക്കാൻ പോയപ്പം കൂടെ നടന്ന് ഇടയ്ക്ക് വെച്ച് പോയി. ദിസ് ഈസ് നോട്ട് എ റീസൺ. അതെന്ത് റീസൺ ആണത്? ചില റീസൺസ് ഒക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇതെന്തോ ഈ റീസൺ. ചിലരൊക്കെ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ജെന്യുവൻ ആയിട്ട് റീസൺ പറയുന്ന ആൾക്കാരെ ഞാൻ വളരെ കുറച്ച് കണ്ടുള്ളൂ. ശാരിക നന്നായിട്ട് പറഞ്ഞു. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്ന വെച്ചാൽ പുള്ളിക്കാരി നന്നായിട്ട് പറഞ്ഞു. എനിക്ക് പലപ്പോഴും തോന്നി ഇവരൊന്നും മിണ്ടാതിരുന്ന് ടാസ്ക് തീർക്കൂ എന്ന് തോന്നിയപ്പം പിന്നെ സോറി പറയല്. എത്ര പേരാണ് സോറി പറഞ്ഞത്? ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പേര് സോറി പറയുന്നു. എന്തിനാ ഒരു ടാസ്ക് വന്നാൽ പിന്നെ എന്തിനാ ആ ടാസ്ക് ചെയ്യുമ്പോൾ എന്തിനു സോറി പറയണം? എനിക്ക് അറിഞ്ഞൂടാ ബിഗ് ബോസ് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത്. ഹിന്ദിയിലാണെങ്കിൽ അപ്പം തന്നെ നിർത്തിയിട്ട് പറയും നിങ്ങൾ ഈ ടാസ്ക് ചെയ്യേണ്ട, പൊയ്ക്കോളാം അവിടെ പോയിരുന്നോളാം പറയും. ഇത്ര സോറിയാണ് ഈ ടാസ്ക് ചെയ്യേണ്ടെന്ന് പറയും. ശാരിക അത് പറഞ്ഞു. അപ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഐ തിങ്ക് ബിഗ് ബോസിന് പറയായിരുന്നു, കുറച്ചും കൂടി ഒന്ന് ശാസിക്കാമായിരുന്നു. എന്താ കുഴപ്പം? എന്തിനാ സോറി പറയുന്നത്? ആതിര പറഞ്ഞു, ആതിര നൂറെ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് സോറി പറയുന്നു. പിന്നെ ആരാണ് പറഞ്ഞത്? വേറെ ആരോ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇത് പറയേണ്ടത്. അതുപോലെ വേറെ അനുമോള് സോറി പറഞ്ഞു. എന്തിനാ സോറി പറയുന്നേ? നിങ്ങൾ സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ പട്ടാളക്കാരുടെ ഡ്യൂട്ടിയാണ് പോയി വാറിന് ഫൈറ്റ് ചെയ്യാന്നുള്ളത്. അവിടെ മരിക്കുന്ന ആൾക്കാരോട് പോയി സോറി ഇട്ടാ എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ടാസ്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ സോറി പറയുന്ന ഒരു സംഭവം ലാലേട്ടൻ്റെ അടുത്ത് പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതങ്ങ് നിർത്തിയേക്കാം. എന്ത് ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടും സോറി ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ടാസ്ക് ഡിവൈഡ് ചെയ്തല്ലോ, വെസൽ ടീം, കിച്ചൺ ടീം, ഓക്കെ. ഡിവിഷനൊക്കെ നന്നായിട്ട് ചെയ്തു കേട്ടോ, അത് കുഴപ്പമില്ലാതെ പുള്ളിക്കാരൻ ചെയ്തു. പുള്ളിക്കാരൻ ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച് വന്നിട്ടുള്ള ആളാണ്. അതാണ് ഞാൻ പറഞ്ഞ, അരച്ച് കലക്കി കുടിച്ച് വരുന്നവർക്കും പണി കിട്ടും. കാരണം അവർ ഓവർഡൂ ചെയ്താൽ പോയി. അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക, ഒരുവിധം മയത്തിൽ പോവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അനീഷ് കുറച്ച് മുന്നോട്ട് പോകും. പിന്നെ ഗെയിം പോലെ ഇരിക്കും. എന്താണ് ഇനി ബിഗ് ബോസിന് ഇഷ്ടമായി ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് ടീമിനും കൂടി ഒരു താല്പര്യം തോന്നണം. എനിക്ക് തോന്നിയെന്ന് ഇത് ഒരുവിധം എല്ലാത്തിലും ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും ബിഗ് ബോസിന് ഗെയിംസ്. ടാഷ് ഷീറ്റൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി കൊടുക്കാൻ സാധ്യത എൻ്റെ അർത്ഥം. അല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ഈ ടാസ്ക് കളിച്ചാൽ നിങ്ങൾ ക്യാപ്റ്റൻ ആവുമെന്നോ ക്യാപ്റ്റൻ ആവൂലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരോട് പറഞ്ഞു കാര്യം ചെയ്യാൻ അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള വേർഡിക്റ്റ് വന്നത് ബിഗ് ബോസിന്റെ തീരുമാനത്തിനനുസരിച്ചായിരുന്നു അല്ലേ. അപ്പം ഇവിടെ പലർക്കും അതിനോട് യോജിപ്പൊന്നും ഉണ്ടാവില്ല. പലർക്കും ശരത്തും കണ്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു അനീഷിനോട്. അനീഷെ ഈ ടാസ്ക് കളിച്ചിട്ടല്ല ആയത്, ബിഗ് ബോസ് പറഞ്ഞു അതുകൊണ്ട് ആയി. അതും ശരി, ബിഗ് ബോസ് പറഞ്ഞു അതുകൊണ്ട് ആയി. പക്ഷെ അതൊരു ഭാഗ്യമാണല്ലേ. അത് ബിഗ് ബോസിന്റെ ഗെയിം എന്ന് ഞാൻ പറയുള്ളൂ. അത് ബിഗ് ബോസ് നന്നായിട്ട് കളിച്ചോട്ടോ. അവിടെ ട്വിസ്റ്റ് കൊണ്ടുവന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. ഇതുപോലെ തന്നെ എല്ലാം പൊട്ടിച്ചു കൊടുക്കണം. ആൾക്കാർ സേഫ് ഗെയിം കളിക്കുകയാണെങ്കിൽ അവരങ്ങനെ പൊട്ടിച്ചു കൊടുത്തേക്കണം. ഈ സോറി പറച്ചിലും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് വേണ്ട. അപ്പം എന്നോട് പോട്ടെ. അപ്പം ക്യാപ്റ്റൻ, അങ്ങനെ ഫസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ദ ബിഗ് ബോസ് ഹൗസ് ആരാണ്? നമ്മുടെ അനീഷാണ്. ലെറ്റ്സ് സീ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ദിവ്യ. ഓക്കെ, അടുത്ത വീഡിയോ വരെ ബൈ.